സെൻസസ് 2027 ഭാഗമായി കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ ഇന്ന് ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ നൽകാൻ 15 ദിവസമാണ് അവസരമുണ്ടാവുക. വീടുകളുടെ കണക്കെടുപ്പും പട്ടികപ്പെടുത്തലുമാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. സെൻസസ് 2027 ആദ്യഘട്ട നടപടിയാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. വീടുകളുടെ കണക്കെടുപ്പും പട്ടികപ്പെടുത്തലുമാണ് ആദ്യഘട്ടം. ജൂലൈ 1 മുതൽ 30 വരെ ഉദ്യോഗസ്ഥർ ഭവന സന്ദർശനത്തിനായി വീടുകളിലെത്തും. അതിനു മുൻപ് പോർട്ടലിൽ സ്വയം വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ള സമയമാണിത്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തവണ സെൻസസിൽ കേന്ദ്ര സർക്കാർ സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാകും. se-census.government.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ നൽകേണ്ടത്. സ്വന്തം മൊബൈൽ നമ്പർ നൽകിയാൽ ലഭിക്കുന്ന OTP ഉപയോഗിച്ച് പോർട്ടലിൽ പ്രവേശിക്കാം. ലോഗിൻ ചെയ്ത ശേഷം വീടിന്റെ ലൊക്കേഷൻ അടക്കം അടയാളപ്പെടുത്താനുള്ള സൗകര്യവും വെബ്സൈറ്റിലുണ്ട്. പിന്നാലെ സെൻസസിനായി തയ്യാറാക്കിയ ചോദ്യങ്ങളടങ്ങിയ ഒരു ഡിജിറ്റൽ ഫോം സ്ക്രീനിൽ തെളിയും. ഇതിൽ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ, വീട്ടിലെ സൗകര്യങ്ങൾ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. ആകെ 33 ചോദ്യങ്ങളാണുള്ളത്. വിവരങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു റഫറൻസ് നമ്പർ മെസ്സേജായി വരും. ഈ ID സുരക്ഷിതമായി സൂക്ഷിക്കണം. സെൻസസ് ഉദ്യോഗസ്ഥർ വീട് സന്ദർശിക്കുമ്പോൾ ഈ റഫറൻസ് നമ്പർ മാത്രം അവർക്ക് കൈമാറിയാൽ മതി. ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ മാത്രമേ പോർട്ടലിൽ പ്രവേശിക്കാവൂ. വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ നിലവിലെ വിവരങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. സംസ്ഥാനത്താകെ 61,282 എന്യൂമറേറ്റർമാരെയും 10,189 സൂപ്പർവൈസർമാരെയുമാണ് സെൻസസ് ജോലിക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ബഹുഭൂരിപക്ഷവും അധ്യാപകരാണ്. വീടുകളുടെ കണക്കെടുപ്പും പട്ടികപ്പെടുത്തലും അടങ്ങുന്ന ഒന്നാം ഘട്ടമാണിത്. രണ്ടാം ഘട്ടമായി 2027 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കും. ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലക്കൊപ്പം സഫാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.